സാർ രണ്ടോ മൂന്നോ പേര് ചേർന്നിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്? രണ്ടോ മൂന്നോ പേര് കൂടി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ എത്ര രൂപയുടെ ക്യാപിറ്റൽ റേസ് ചെയ്തുകൊണ്ടിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് ആദ്യമേ തീരുമാനിക്കണം. ഏത് ടൈപ്പിലുള്ള കമ്പനിയാണ് അവർ ഫോം ചെയ്യേണ്ടതെന്നും കൂടി തീരുമാനിക്കണം. മെയിനായിട്ട് രണ്ട് രീതിയാണ് ചൂസ് ചെയ്യാറ്. അത് ഒന്ന് പാർട്ണർഷിപ്പ്, രണ്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. ഇനി പാർട്ണർഷിപ്പ് കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് ഡീഡ് എഴുതി ഉണ്ടാക്കി അതിൽ 3 പേരുടെ കോൺട്രിബ്യൂഷൻ എത്ര പെർസെൻറ്റേജ് ഷെയർ ഹോൾഡിങ്സ് ആണ് ഉള്ളത്, എങ്ങനെയാണ് ഇവർ അക്കൗണ്ട് മാനേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഓഫീസ് മാനേജ് ചെയ്യുന്നത് എന്ന് വേണ്ട കമ്പനിയുടെ സകലവിധ ആക്ടിവിറ്റീസ് ഒരു ബൈലോ ഉണ്ടാക്കി അത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം കമ്പനി ഫേം ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ച് കമ്പനിയുടെ സർട്ടിഫിക്കറ്റ് എടുത്ത് ഫേം രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അങ്ങനെയാണ് ഒരു പാർട്ണർഷിപ്പ് ഫേം റൺ ചെയ്യുന്നത്. ഏത് കാര്യത്തിനും ബോർഡ് റെസൊല്യൂഷൻ, ബൈലോയിൽ പറയാത്ത ഏത് കാര്യങ്ങളും നടത്തേണ്ടതിന് ബോർഡ് റെസൊല്യൂഷൻ മാൻഡേറ്ററി ആണ്. ആ റെസൊല്യൂഷൻ പ്രകാരമാണ് കമ്പനി വർക്ക് ചെയ്യുന്നത്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിലും അവിടെ ബേസ്ഡ് ഓൺ ലിമിറ്റഡ് ഷെയർസിലാണ് കമ്പനി ഫോം ചെയ്യുന്നത്. പാർട്ണർഷിപ്പ് ഫേമിൽ എന്തെങ്കിലും അപാകതകൾ വരികയാണെങ്കിൽ ഫേമിന്റെ സകല ഡയറക്ടേഴ്സും ഈക്വലി ലയബിൾ ആയിരിക്കും. അതേസമയം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ അതിൽ ലിമിറ്റഡ് ഷെയറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പാർട്ണർഷിപ്പ് ലയബിൾ ആവുക. അപ്പോൾ ഇത് അവരുടെ ആക്ടിവിറ്റീസിന് ഒതുങ്ങുന്ന വിധം ക്യാപിറ്റലിനനുസരിച്ച് ആ 3 വ്യക്തികൾ തമ്മിൽ കൂടി തീരുമാനിക്കേണ്ട വ്യവസ്ഥിതികളാണ് പാർട്ണർഷിപ്പ് ഫേം വേണോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി വേണോ. അതിനനുസരിച്ച് കമ്പനി ബൈലോ ഉണ്ടാക്കി ആ ഫേം അല്ലെങ്കിൽ ആ കമ്പനി രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്.